Hey guys, welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സാരി ഉടുക്കുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള 5 ഹെയർ സ്റ്റൈൽ വിത്ത് പൂവാണ്. സോ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എനിക്ക് മുല്ലപ്പൂ കിട്ടിയിട്ടില്ല, പകരം നമുക്ക് പിച്ചിപ്പൂ. സോ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട്. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുമ്പോൾ എൻ്റെ ഹെയർ എത്ര ലെങ്ത് ഉണ്ടെന്ന്. ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ നമുക്ക് ട്രൈ ചെയ്യാം. ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ആദ്യം ഹെയറൊക്കെ നന്നായിട്ട് കോംബ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ നമ്മളെല്ലാവരും സാധാരണ രീതിക്ക് ചെയ്യുന്ന സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. സോ ഇവിടെ നിന്ന് ഒരു പോർഷൻ എടുക്കുക ഹെയറിൻ്റെ. ആൻഡ് ഓൾസോ ഇവിടെ നിന്നും കൂടെ കുറച്ച് സ്പ്രിങ് ഹെയറൊക്കെ സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഗ്ലാമർ ആയിട്ടൊക്കെ ഇരിക്കാം. സോ നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ കുള്ളിപ്പിന്നൽ എന്നൊക്കെ പറയും. ഞാനൊരു ക്ലിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹെയർ സ്റ്റൈൽ സെറ്റായി. ഇതിൻ്റെ കൂടെ എങ്ങനെയൊക്കെ പൂ വെക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇതിൻ്റെ കൂടെ ഒന്നുകിൽ നമുക്കിത് ഇങ്ങനെ കവർ വെച്ച് കൊടുക്കാം. ഈ രണ്ട് എൻഡിലായിട്ട് നമുക്ക് സ്ലൈഡ് കുത്തി കൊടുക്കാം. ഓക്കെ, ആൻഡ് നമ്മുടെ ലുക്ക് ഇങ്ങനെ വരും. ആൻഡ് ഇതൊരു അടിപൊളി ലുക്കാണ്. സാധാരണ രീതിക്ക് മലയാളികളൊക്കെ യൂഷ്വലി ചൂസ് ചെയ്യുന്ന ലുക്കാണ്. ആൻഡ് കുറച്ച് ഹെയറൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ പൂ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡെഫിനറ്റ്ലി ലുക്സ് ഗുഡ് ഓൺ യു. അപ്പോൾ ഇതാണ് നമ്പർ 1 ഹെയർ സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എങ്ങനെയൊക്കെ പൂ വെക്കാമെന്ന് ഞാൻ കാണിച്ചു. അടുത്ത് നമുക്ക് ഹെയർ സ്റ്റൈൽ ഇത് തന്നെയാണ്, മാറ്റുന്നില്ല. പകരം പിന്നെയൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം. ഇതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, നമുക്ക് ഹെയറിൻ്റെ ഇങ്ങനെ തന്നെ കെട്ടിയിട്ട് ഹെയറിൻ്റെ അടിയിൽ കൂടെ പൂ എടുത്തിട്ട് നമുക്ക് ഇത് ഇങ്ങനെ അയച്ചു കൊടുത്താൽ കുറച്ച് ഭംഗി കൂടുതലായിരിക്കും. ഓക്കെ ഓക്കെ സോ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? നല്ലൊരു മലയാളി പെൺകുട്ടിയുടെ വൈബൊക്കെ കിട്ടുന്നില്ലേ? ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലിൽ നിങ്ങൾക്ക് മുടി പല രീതിക്ക് സ്റ്റൈൽ ചെയ്യാം. ലൈക്ക് ഹെയർ ഫ്രണ്ടിലോട്ട് ഇടാം, അല്ലെങ്കിൽ ഒരു പോർഷൻ ഇപ്പുറത്തെ സൈഡ് മാത്രം ഹെയർ ഇട്ടാലും അടിപൊളിയാണ്, ലൈക്ക് ദിസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഹെയർ മാത്രം കുറച്ച് പോർഷൻ എടുത്ത് ഫ്രണ്ടിലിട്ടാലും ഇറ്റ് വിൽ ലുക്ക് ഗുഡ് ഓൺ യു. ആൻഡ് ഫുൾ എടുത്ത് ബാക്കിൽ ഇട്ടിട്ട് ഇങ്ങനെ സൈഡിൽ സ്പ്രിങ് ഹെയറൊക്കെ മാത്രം ഇട്ട് കൊടുത്താലും ഇറ്റ്സ് റിയലി ഗുഡ് ഓൺ യു ഗൈസ്. ഇനി ഈ ഹെയർ സ്റ്റൈലിൽ തന്നെ ഒരു സ്റ്റൈലും കൂടെ ഉണ്ട് പൂ വെക്കുന്നത്, അതും കൂടെ ഞാൻ കാണിച്ചു. ഓക്കെ, നമ്മളിപ്പം നല്ല ലെങ്ത് ഉണ്ട്. ചിലവർ ഇങ്ങനെ നീട്ടി ഇടാറുണ്ട്. എനിക്ക് അങ്ങനെ നീട്ടി ഇടുന്നതിനോട് താല്പര്യമില്ല. പകരം ഞാനിങ്ങനെ കണ്ടില്ല, ഇങ്ങനെ കുറച്ചുകൂടെ ഇങ്ങനെ മടക്കിയിട്ട് 4ആയിട്ട് മടക്കിയതിന് ശേഷം ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ സ്ലൈഡ് കുത്തി കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിപ്പിടിക്കാം. കുറച്ച് സ്പ്രിങ് ഹെയർ ഫ്രണ്ടിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഹെയർ എടുത്തിട്ട് ഞാനിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. ദെൻ നമുക്ക് അവിടെ ഒരു സ്ലൈഡ് കുത്തി കൊടുക്കാം. അഗൈൻ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ കുറച്ച് ഹെയർ എടുത്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കും. അഗൈൻ നമുക്ക് അവിടെയും ഒരു സ്ലൈഡ് എടുത്ത് കുത്തി സെക്യൂറാക്കി വെച്ച് കൊടുക്കാം, പിന്നി കൊടുക്കാം. നമ്മുടെ സാധാരണ ഹെയർ പിന്നുന്ന രീതിക്ക് പിന്നി കൊടുക്കാം. ഓക്കെ, സോ ഞാൻ പിന്നി കൊടുത്തു. ഈ ഹെയറിൻ്റെ എൻഡിൽ നമുക്കിനി എന്ത് ചെയ്യാം? പൂ വെച്ച് കൊടുക്കാം. ഈ പൂവ് എടുത്തിട്ട് നിങ്ങൾക്ക് വെറൈറ്റി പിടിക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഹെയർ സ്റ്റൈലാണ്. അടിയിൽ നമുക്കൊരു സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഹെയർ സ്റ്റൈലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരില്ല, പക്ഷെ റോള് കാണിക്കാനൊക്കെ കുറച്ചൊന്ന് മറ്റുള്ളവരിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുക, അതാണ് എൻ്റെ പോളിസി. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കാനൊക്കെ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ്. നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ, മുടി ഇങ്ങനെ പിന്നിയതിന് ശേഷം, ഞാൻ നന്നായിട്ട് പിന്നിയിട്ടില്ല, ജസ്റ്റ് ലൈറ്റായിട്ടേ പിന്നിയിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് സ്റ്റാർട്ടിങ് ഓഫ് ദ ഹെയറിൽ കുറച്ച് പൂ വെച്ചിട്ട് സ്ലൈഡ് കുത്തി കൊടുക്കാം. ശേഷം ജസ്റ്റ് ലൈക്ക് ദിസ് നമുക്ക് ഹെയറിൽ പൂ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, സോ ഇത്രയും ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. പൂവൊക്കെ വെക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ യു പിൻ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി കേട്ടോ. സോ ഇതാണ് നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ, ഇത് പൂവ്. ഓക്കെ, അഗെയിൻ ഈ ഒരു ഹെയർ സ്റ്റൈലും മറ്റുള്ളവരിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ സ്റ്റൈൽ വിത്ത് പൂവാണ്. സെയിം ഹെയർ സ്റ്റൈൽ തന്നെയാണ്. മുടി ഞാൻ ബാക്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് മുടി ഞാൻ ബാക്കിൽ ഇങ്ങനെ നേരത്തെ പോലെ പിന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അഗെയിൻ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം. ഇത്
നിങ്ങൾക്ക് അറിയാവുന്ന ഹെയർ സ്റ്റൈലാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ. ഓക്കെ, സോ ഇങ്ങനൊരു ഹെയർ സ്റ്റൈൽ എനിക്കൊരു അടിപൊളി ലുക്ക് തരും. സോ ഈ ഒരു കോംബോയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മയിൽപ്പീലി പൂവ്, അതുപോലെ തന്നെ നമ്മുടെ സാരി, കേരള സാരി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടും ഭയങ്കര വീക്ക്നെസ് ഉള്ള കാര്യമാണ്. നമ്മൾ എല്ലാവരും പറയാം അതുപോലെ ഞാനാവും. സോ ഓക്കെ, സോ ഇതാണ്. സോ ലാസ്റ്റ് ഹെയർ സ്റ്റൈലാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് സെൻറ്റർ പാർട്ടീഷൻ, ആക്ച്വലി ഞാൻ അങ്ങനെ സെൻറ്റർ പാർട്ടീഷൻ മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ എടുക്കാറുള്ളൂ. ഒന്ന് ട്രൈ ചെയ്യാം. വളരെ സിമ്പിളാണ് കേട്ടോ ഇത്. നമ്മുടെ ഹെയർ എല്ലാം ഇങ്ങനെ ഒരുമിച്ചൊന്ന് എടുക്കുന്നു ഞാൻ. ജസ്റ്റ് ലൈക്ക് ദിസ് ുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഹെയർ സ്റ്റൈലിനൊക്കെ യൂപ്പിനാണ് കേട്ടോ നല്ലത്. ഞാൻ അങ്ങനെ ഒരു ബണ്ണ് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ മെയിൻ ആഴനെ എടുക്കുക. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തിരുവാതിരയ്ക്കൊക്കെ വെക്കുന്ന ഒരു ഹെയർ സ്റ്റൈലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ നോർമൽ സാരിയുടെ കൂടെയൊക്കെ ഈ ഒരു ഹെയർ സ്റ്റൈൽ വിത്ത് പൂവ് ട്രൈ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ കുറച്ചൊരു ഗ്ലാമറസ് ലുക്ക് തോന്നിപ്പിക്കാൻ കുറച്ച് ഹെയർസൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് എടുത്തിടും. നമുക്ക് റോള് കാണിക്കാൻ നല്ലതാണ്. സോ ഇത്ര ഇരിക്കുന്ന രീതിക്ക് ലോവർ ബണ്ണ് കെട്ടാതെ കുറച്ചൊന്ന് ലൂസായിട്ട് മെസ്സി ആയിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനൊരു പൂവ്, ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്തതിന് ശേഷം പൂവ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കൂ. നെക്സ്റ്റ് ടൈം നിങ്ങൾ സാരി എടുക്കുമ്പോൾ നിങ്ങളായിരിക്കും മെയിൻ താരം ഗൈസ്. ഞാൻ ഗ്യാരണ്ടി ആണ് കേട്ടോ. ഈ ഒരു ലുക്കൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ ഈ കാണിച്ച ഹെയർ സ്റ്റൈൽ വിത്ത് പൂവെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സീരിയസ്ലി ഗൈസ്, നിങ്ങളായിരിക്കും അവിടുത്തെ മെയിൻ താരം എന്ന് പറയുന്നത്. സോ ഞാൻ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ കാണുന്നത് വരയ്ക്കും. ബൈ.